ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഹോർവേഡ് മർഫറ്റ്. ലോകത്തിന് ഭഗവാനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഭഗവാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെയാൾ. ഈ വിശേഷണമാണ് മർഫറ്റിന് നന്നായി ഇണങ്ങുക. മർഫറ്റിന്റെ സായിബാബ ദി മാൻ ഓഫ് മിറാക്കിൾസ് വായിച്ചാണ് വിദേശീയരിൽ ഏറിയ പങ്കും ഭക്തിയിലേക്ക് ഒഴുകിയത്. ഈശ്വരാന്വേഷണത്തിന്റെ പരിസമാപ്തിക്കായി ഒരുവന് ഭാരതത്തിൽ എത്തേണ്ടി വരും എന്ന് ഋഷികൾ അരുളിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാരൻ ഹോവേർഡ് മർഫറ്റ് ഇക്കാര്യത്തിൽ ആധുനിക കാലത്തെ പ്രമാണം തന്നെയാണ്. മർഫറ്റിന്റെ ജനനം ടാസ്മാനിയയിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധക്കെടുതികൾ നേരിട്ടറിഞ്ഞു. പിന്നീട് ആ മേഖലയിൽ നിന്ന് മാറി പലയിടത്തും ജോലി ചെയ്തു. അപ്പോഴൊക്കെ ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ശ്രമം തീവ്രമായിരുന്നു. അതിന്റെ ഭാഗമായി യോഗ, ധ്യാനം എന്നിവ തുടങ്ങി. ആധ്യാത്മികതയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഭാരതത്തിൽ പോകുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ 1964 മർഫറ്റും ഭാര്യ ഐറിസും കൂടി ഭാരതത്തിലെത്തി. ഒരേ ഒരു ആഗ്രഹം മാത്രം, ദൈവത്തെ അറിയുക. പോൾ ബ്രണ്ടൻ, യോഗാനന്ദ പരമഹംസ, ക്ലിപ്ലിംഗ്, മാഡം ബ്ലവാഡ്സ്കി, കേണൽ എസ് ഓൾക്കോട്ട് തുടങ്ങിയവർ ഭാരതത്തെക്കുറിച്ച് ധാരാളം എഴുതിയിരിക്കുന്നു. അത് സത്യമോ? ഇന്ത്യയുടെ ആത്മാവിനെ കാണാനും അനുഭവിക്കാനും സാധിക്കുമോ? അവർ കണ്ടതുപോലെയുള്ള ദിവ്യപുരുഷന്മാർ ഇപ്പോഴും ഭാരതത്തിലുണ്ടോ? മർഫറ്റ് ഹിമാലയത്തിൽ പോയി പലരെയും കണ്ടു. യോഗ സാധനകൾ പരിശീലിച്ചു. പാവനമായ ഗംഗാതീരത്തിലൂടെ ഏറെ സഞ്ചരിച്ചു. പിന്നീട് ഡൽഹിയിലെത്തി. മർഫറ്റിന് ഭാരതത്തിലെ പ്രമുഖന്മാരും ചരിത്ര പണ്ഡിതന്മാർ പോലും നൽകിയ ഉത്തരം നിരാശാജനകമായിരുന്നു. ഈ നാട്ടിൽ പഴയ ആധ്യാത്മികത ശേഷിക്കുന്നില്ല. അതൊക്കെ 1000 കൊല്ലം മുമ്പേ തകർന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാശ്ചാത്യരുടെ ഭൗതിക നേട്ടങ്ങളാണ്. ഭാരതീയർ സ്വന്തം രാജ്യത്തെക്കുറിച്ച് അജ്ഞരാണെന്ന് മർഫറ്റിന് അതോടെ ബോധ്യമായി. കാരണം ഹിമാലയത്തിലെ ആശ്രമങ്ങളിൽ നിന്നും ഭാരതത്തിലെ യോഗസമ്പത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഈശ്വരാന്വേഷണത്തിനിടയിൽ ഒരിക്കൽ ഒരു സന്യാസി അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. നിത്യവും ഈശ്വരനെ ഭജിക്കൂ. അപ്പോൾ എവിടെയാണോ ഈശ്വരൻ അവതരിച്ചിരിക്കുന്നത് ആ ശക്തി തന്നെ നിങ്ങളെ അങ്ങോട്ട് നയിക്കും. ഇതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ കാതലായ ഉപദേശം. വഴി തെളിയുന്നു. മർഫറ്റ് ആ ഉപദേശം സ്വീകരിച്ചു. നിഷ്ഠയായി പ്രാർത്ഥിച്ചു. മർഫറ്റിന്റെയും ഭാര്യയുടെയും മനസ്സിൽ സദാ ഒരു ചിന്ത മാത്രം: ഈശ്വരന്റെ മനുഷ്യനായിട്ടുള്ള അവതാരം കാണണം, അനുഭവിക്കണം. പ്രപഞ്ചമെന്ന ഈ മഹാസമസ്യയുടെ ഉത്തരം കണ്ടെത്തണം. ഒരിക്കൽ അലഞ്ഞു നടക്കുന്ന ഒരു യോഗിയെ അദ്ദേഹം കാണാനിടയായി. യോഗി പറഞ്ഞു, പുട്ടപർത്തി എന്നൊരു തനി ഗ്രാമം, കാട്ടുപ്രദേശം, യാത്രാ സൗകര്യങ്ങളില്ല. അവിടെ ഒരു മഹാജ്ഞാനിയുണ്ട്, അത്യത്ഭുതങ്ങൾ കാണിക്കുന്ന വ്യക്തി. എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം തന്റെ കഴിവുകൾ വെളിപ്പെടുത്തുന്നു. ഈ വാക്കുകൾ മർഫറ്റിൽ അതിയായ താല്പര്യമുളവാക്കി. ഈ സമയം തന്നെ ബ്രഹ്മവിദ്യാ കേന്ദ്രത്തിൽ വെച്ച് നിർമ്മലാനന്ദ എന്നൊരു വിദേശ സന്യാസിനിയെ കണ്ടു. ഋഷികേശിലെ സ്വാമി ശിവാനന്ദയുടെ ശിഷ്യ. ഗുരുനാഥന്റെ മഹാസമാധിക്ക് ശേഷം നിർമ്മലാനന്ദ ഋഷികേശം വിട്ടു. അവർ പലവട്ടം സത്യസായിബാബയെ കണ്ടിട്ടുണ്ട്, സായി മഹിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ മർഫറ്റ് നിർമ്മലാനന്ദയ്ക്കൊപ്പം സായി ദർശനത്തിന് പുറപ്പെട്ടു. അപ്പോൾ സ്വാമി പ്രമുഖ മൈക്ക വ്യവസായി ശ്രീ ജി വെങ്കടേശ്വര റാവുവിന്റെ വസതിയിൽ. അവർ അവിടെ ചെന്നപ്പോൾ ധാരാളം പേർ ആ വസതിയുടെ ഉദ്യാനത്തിൽ ഇരിക്കുന്നു. നിർമ്മലാനന്ദ വിദേശീയനായ ബോബ് മേയറെ മർഫറ്റിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഒരു മുറിയിലിരുന്നു. മർഫറ്റ് സത്യസായിയെ കാത്തിരുന്നു. ബാബയുടെ ഫോട്ടോ പോലും അദ്ദേഹം മുമ്പ് കണ്ടിട്ടില്ല. മർഫറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനു മുമ്പോ പിൻപോ കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷരൂപം, വലിപ്പമില്ലാത്ത കുറിയ ഒരാൾ, ചുമലിൽ നിന്നും പാദം കാണാത്ത വിധം നീണ്ട കാവ്യവസ്ത്രം, തലമുടി വൃത്താകൃതിയിൽ ജട പിടിച്ച പോലെ, മുടിയിഴകൾ കറുത്തതും ചുരുണ്ടതും നിവർന്നു നിൽക്കുന്നതും ചൈതന്യവത്തും, ഇളം തവിട്ട് നിറം, വൃത്തിയായി ഷേവ് ചെയ്തിരിക്കുന്നു, കറുത്ത മിനുത്ത ദീപ്തിയേറിയ മിഴികൾ, ആന്തരമായ ആനന്ദത്താൽ ഉജ്ജ്വലമായ തിരുമുഖം.
ആ രൂപം മർഫറ്റിന്റെ സമീപമെത്തി. ദന്തങ്ങൾ കാണത്തക്ക വിധം ചിരിച്ചു. പിന്നെ പ്രേമപൂർവ്വം തിരക്കി, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് താങ്കളല്ലേ? അതെ, മർഫറ്റ് തെല്ലെ വിസ്മയത്തോടെ പറഞ്ഞു. ആ ദിവ്യരൂപം തിരിഞ്ഞു മറ്റു ഭക്തന്മാർക്ക് നേരെ. പിന്നീട് വലതുകരം താഴ്ത്തി വായുവിൽ വൃത്താകൃതിയിൽ ചലിപ്പിച്ചു. ജാലവിദ്യ പോലെ ചുരുട്ടിപ്പിടിച്ച കൈകൾ നിവർത്തി. കയ്യിൽ നിറയെ വിഭൂതി. അത് പലർക്കും നൽകി. ലഭിച്ചവർ വികാരഭരിതരായി. ചിലർ കരയുന്നു, ചിലർ ആനന്ദത്തിൽ ആറാടുന്നു. നീളമുള്ള കുപ്പായ കൈക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച വിഭൂതിയാണോ ബാബ എടുക്കുന്നതെന്ന് മർഫറ്റ് ശങ്കിച്ചു. അതിന്റെ പ്രതികരണം എന്നോണം സ്വാമി തിരിഞ്ഞു നിന്നു. കുസൃതി നിറഞ്ഞ പുഞ്ചിരി മുഖത്ത്. അയഞ്ഞ കുപ്പായക്കൈ മുട്ടുവരെ ഉയർത്തി. വലതു തൃക്കരം ദ്രുതഗതിയിൽ വായുവിനെ കടയുന്നത് പോലെ ചലിച്ചു. ചുരുട്ടി തുറന്ന തൃക്കരത്തിൽ നിറയെ വിഭൂതി. വിഭൂതി മർഫറ്റിന്റെ നീട്ടിയ കരത്തിൽ കുടഞ്ഞിട്ടുകൊണ്ട് സ്വാമി അരുളി, കഴിച്ചോളൂ, ആരോഗ്യത്തിന് നല്ലതാണ്. സുഖകരമായ സുഗന്ധം വിഭൂതിയിൽ നിന്ന് ഉയർന്നു. ഞാനിത് കുറച്ച് ഭാര്യയ്ക്ക് കൊടുത്തുകൊള്ളട്ടെ, അവൾക്ക് സുഖമില്ല, മർഫറ്റ് പറഞ്ഞു. അതെ, 5 മണിക്ക് അവരെ കൊണ്ടുവരൂ, സ്വാമി അരുളി. അത് നിങ്ങളുടെ വസതി. സ്വാമി പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മർഫറ്റ് ഭാര്യ ഐറിസുമായി എത്തി. സ്വാമി ഇരുവരെയും അഭിമുഖത്തിന് വിളിച്ചു. അവരുടെ രോഗകാരണം വെളിപ്പെടുത്തി. പിന്നീട് തൃക്കരം വീശി ഔഷധ ശക്തിയുള്ള വിഭൂതി സൃഷ്ടിച്ചു നൽകി. ഇപ്രാവശ്യവും മർഫറ്റിന് അത് ജാലവിദ്യ എന്ന് തന്നെ തോന്നി. ഭഗവാൻ പുഞ്ചിരിയോടെ പഴയതുപോലെ കുപ്പായക്കൈ തെറുത്തു കയറ്റി തൃക്കരം ചലിപ്പിച്ചു. തനിക്ക് ഭസ്മം തരാനുള്ള ശ്രമമെന്ന് മർഫറ്റ് കരുതി. പക്ഷേ ഭഗവാന്റെ നിവർത്തിയ കരത്തിൽ ഒരു വിസിറ്റിംഗ് കാർഡ്. ഒരു വശത്ത് ഭഗവാന്റെ ചിത്രം, മറുവശത്ത് മേൽവിലാസവും. അത് സമ്മാനിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ഇന്നലെ നിങ്ങൾ എൻ്റെ മേൽവിലാസം തിരക്കിയില്ലേ, സൂക്ഷിച്ചുകൊള്ളൂ. താൻ സുഹൃത്തിനോട് സ്വാമിയുടെ മേൽവിലാസം ചോദിച്ച കാര്യം മർഫറ്റ് ഞെട്ടലോടെ ഓർത്തു. മർഫറ്റ് മെല്ലെ ചോദിച്ചു, സ്വാമി, ഞങ്ങൾ ആശ്രമത്തിൽ വന്നോട്ടെ? തീർച്ചയായും, അത് നിങ്ങളുടെ വീടല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാം, മധുരസ്മിതത്തോടെ ഭഗവാൻ അരുളി. പിന്നീട് ഭഗവാനിപ്പം ഏറെക്കാലം കഴിയാനും അവിടുത്തെ ദിവ്യത നേരിട്ട് കാണാനും അനുഭവിക്കാനും മർഫറ്റിനും ഭാര്യയ്ക്കും ഭാഗ്യമുണ്ടായി. ഭഗവാൻ ബാബയുടെ വസ്ത്രങ്ങൾ പലപ്പോഴും തേച്ചു കൊടുക്കുന്നത് ഐറിസ് ആയിരുന്നു. ഭഗവാൻ ധരിക്കുന്ന ഉടുപ്പുകൾക്കൊന്നും പോക്കറ്റോ അറകളോ ഇല്ല. അതുകൊണ്ട് അവിടുത്തെ സൃഷ്ടി ശരിയായി സംഭവിക്കുന്നത് തന്നെയെന്ന് മർഫറ്റ് ഭൗതിക ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മർഫറ്റ് എഴുതി, ധനികർ, ദരിദ്രർ, പണ്ഡിതർ, പാമരർ, വിദേശികൾ, ഉന്നത പദവിയിലിരിക്കുന്നവർ, അധികാരമുള്ളവർ, ഇവരൊക്കെ സായി സന്നിധിയിൽ ഒരുപോലെ പെരുമാറുന്നു. കുടുംബാംഗങ്ങളെ പോലെ ജീവിക്കുന്നു. വിവിധ ധർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും മതങ്ങളിലും ഉൾപ്പെട്ടവർ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. ബാബ ഈശ്വരൻ തന്നെ എന്നുള്ളതിന് ഇതിലുപരി എന്തു തെളിവ് വേണം? ഭഗവാൻ ബാബയിൽ നിന്നും നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പലരെയും മർഫറ്റ് കണ്ടു, സംസാരിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു. അവരുടെ അനുഭവകഥകൾ ത്രസിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു. ഭാഷയറിയാത്ത വിദേശികൾ പോലും ബാബ എന്ന അദ്ഭുത പ്രതിഭാസത്തിന് മുമ്പിൽ പ്രണമിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു. ചിലരുടെ മാറാരോഗങ്ങൾ വാക്കുകൾ കൊണ്ട് സ്വാമി സുഖപ്പെടുത്തുന്നു. നിന്റെ ക്യാൻസർ ക്യാൻസൽ ചെയ്തു എന്ന അരുളപ്പാടോടെ. ചിലർക്ക് സ്വപ്നത്തിലെത്തി ശസ്ത്രക്രിയ വരെ ചെയ്ത് രോഗശമനം. കെട്ടുകഥകളെ പോലെ തോന്നിപ്പിക്കുന്ന സംഭവങ്ങൾ നേരിൽ കണ്ടതോടെ ഈശ്വരേച്ഛയ്ക്ക് അതീതമായി യാതൊന്നുമില്ല എന്ന വെളിപാട് മർഫറ്റിന് ഉണ്ടായി. മഹാശിവരാത്രി ദിനം ഷിർദി സായി വിഗ്രഹത്തിലേക്ക് ഭഗവാൻ ബാബ ഒഴിഞ്ഞ കുടത്തിൽ നിന്ന് വിഭൂതി പ്രവാഹം സൃഷ്ടിച്ചത് കണ്ട് മർഫറ്റ് അമ്പരന്നു. പിന്നീട് ബാബയിൽ ഉണ്ടായ ലിംഗോദ്ഭവം ആധ്യാത്മികതയുടെ പുതിയ ദർശനങ്ങൾ മർഫറ്റിന് സമ്മാനിച്ചു. മധുരം തിരുമധുരം. ഒരിക്കൽ ഭഗവാൻ ബാബ മർഫറ്റിനെയും ഭാര്യയെയും വൈറ്റ് ഫീൽഡിലേക്ക് ക്ഷണിച്ചു, ബാംഗ്ലൂരു. അവിടെ നിന്ന് ഭഗവാൻ അവരെ ഹോൾസ്ലി കുന്നുകളിലേക്ക് കൊണ്ടുപോയി. ഭക്തസംഘത്തിനൊപ്പം പാറക്കുന്നുകളുടെ ഇടയിലൂടെ വെറുതെ നടന്നു. ഇടയ്ക്ക് ചെറിയ പാറക്കഷ്ണങ്ങൾ എടുക്കും. കുട്ടികളെ പോലെ കൗതുകം പൂണ്ട് അതുമായി കളിക്കും. പിന്നെ താഴെയിടും. തിരിച്ചു പോരുമ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പാറക്കഷ്ണം ബാബ എടുത്തു. താമസ സ്ഥലത്ത് എത്തി. സംസാരമധ്യേ ഭഗവാൻ ആ പാറക്കഷ്ണം മുകളിലേക്ക് ഇട്ട് പിടിച്ച് രസിച്ചു. പെട്ടെന്ന് സ്വാമി മർഫറ്റിനെ നോക്കി. അതിനുശേഷം
പാറക്കല്ല് മർഫറ്റിന് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു, അത് കഴിക്കാമോ? മർഫറ്റ് അതെടുത്തു പരിശോധിച്ചു. കടുപ്പമുള്ള കരിങ്കല്ല്. ഇല്ലെന്ന് തലയാട്ടി. വീണ്ടും ആ ശില ഭഗവാന്റെ കയ്യിലെത്തി. വീണ്ടും സംഭാഷണം തുടർന്നു. പെട്ടെന്ന് സ്വാമി പാറക്കല്ല് മേലോട്ട് എറിഞ്ഞു. അത് പരവതാനിയിൽ വീണു. ഇപ്പോൾ അതിന്റെ നിറം കുറച്ചു മാറിയിരിക്കുന്നു. കടുപ്പം കുറഞ്ഞതുപോലെ. ആ പാറകഷ്ണം മർഫറ്റിന് തട്ടിയിട്ട് കൊടുത്ത് സ്വാമി തിരക്കി. ഇപ്പോൾ അത് കഴിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. മർഫറ്റ് എടുത്തു നോക്കി. അതൊരു കൽക്കണ്ട കഷ്ണമായിരിക്കുന്നു. ഭക്തന്മാർ അമ്പരന്ന് നിൽക്കെ സ്വാമി തന്നെ അതെല്ലാവർക്കും പൊട്ടിച്ചു കൊടുത്തു. പിറന്നാൾ സമ്മാനം. ഭഗവാൻ പരവതാനിയിൽ ഇരിക്കുന്നു. ചുറ്റിനും ഭക്തന്മാർ. സ്വാമി മർഫറ്റിനോട് ജന്മതീയതി തിരക്കി. അദ്ദേഹം ജന്മതീയതി പറഞ്ഞു. സ്വാമി അന്തരീക്ഷത്തിൽ വൃത്തം വരച്ചു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതാ അത് വരുന്നു വരുന്നു വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമി കൈമടക്കി. പിന്നീട് അത് മർഫറ്റിന് നൽകി. അമേരിക്കയിലെ $10 നാണയം, സ്വർണം. അതിലെ ചിഹ്നത്തിന് താഴെ മർഫറ്റിന്റെ ജന്മവർഷവും. സ്വാമി അരുളി, താങ്കളെപ്പോലെ അതേ വർഷം ജനിച്ചത്. അമൃതഭോജനം. മണൽക്കൂമ്പാരത്തിൽ നിന്ന് എന്തൊക്കെ വസ്തുക്കൾ ഭഗവാൻ പുറത്തെടുത്തിട്ടുണ്ടെന്ന് വിവരിക്ക വയ്യ. ഹോഴ്സ്ലി കുന്നുകളിലെ താമസത്തിനിടയിൽ മർഫറ്റ് ഉൾപ്പെടുന്ന ഭക്തസംഘവുമായി ഭഗവാൻ യാത്ര പുറപ്പെട്ടു. തന്നെ നിരീക്ഷിക്കാനുള്ള സകല സൗകര്യങ്ങളും സ്വാമി ബോധപൂർവം മർഫറ്റിന് നൽകി. സ്വാമി എന്തെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടോ, ഉടുപ്പിനിടയിൽ വല്ലതുമുണ്ടോ എന്നൊക്കെ മർഫറ്റ് ശ്രദ്ധിച്ചിരുന്നു. യാത്ര കാറിൽ ഒരുമിച്ചായിരുന്നു. ഒരു മണൽപ്പരപ്പിനടുത്ത് എത്തിയപ്പോൾ ഭഗവാൻ കാർ നിർത്താൻ പറഞ്ഞു. സംഘത്തിലെ ഒരു ചെറുപ്പക്കാരനോട് മണൽത്തറ ഉണ്ടാക്കാൻ സ്വാമി പറഞ്ഞു. അയാൾ 1 അടി ഉയരത്തിൽ ഏതാണ്ട് 4 അടി ചതുരത്തിൽ ഒരു തറയുണ്ടാക്കി. സ്വാമി അതിലിരുന്നു. സംഘം അതിനു ചുറ്റും ഇരുന്നു. ഭഗവാൻ ആധ്യാത്മിക കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുറെ ഉപദേശങ്ങൾക്ക് ശേഷം മണലിൽ മനുഷ്യരൂപം വരച്ചു. പിന്നീട് വരച്ചതിനകത്ത് വിരലുകൾ കടത്തി എന്തോ വലിക്കും പോലെ കാണിച്ചു. ആ മണലിനകത്തു നിന്നും 4 അങ്കുലം വലിപ്പമുള്ള മഹാവിഷ്ണുവിന്റെ വെള്ളി വിഗ്രഹം പുറത്തു വന്നു. ഇങ്ങനെ പലതും സ്വാമി മണലിൽ നിന്ന് എടുത്തു കാണിച്ചു. ഒരാൾക്ക് ജപമാല എടുത്തു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് സ്വാമി മണൽ കൊണ്ട് കൂമ്പാരം കൂട്ടി. പിന്നീട് പുഞ്ചിരിയോടെ അതിനുള്ളിൽ നിന്നും അടപ്പുള്ള ഒരു വെള്ളിപ്പാത്രം പുറത്തെടുത്തു. അതിന്റെ മൂടി തുറന്നപ്പോൾ ഹൃദ്യമായ സുഗന്ധം അവിടെ പരന്നു. പിന്നീട് മണലിൽ നിന്ന് എടുത്തത് ഒരു സ്വർണ്ണ സ്പൂൺ. അതുപയോഗിച്ച് വെള്ളിപ്പാത്രത്തിലുണ്ടായിരുന്ന ദിവ്യാമൃതം സ്വാമി എല്ലാവർക്കും നൽകി. ഭക്തസംഘത്തിന്റെ അപ്പോഴുള്ള അവസ്ഥ അചിന്തനീയം. ഇത്തരം സംഭവങ്ങൾ നിരന്തരം കണ്ടതോടെ മർഫറ്റിലെ സംശയങ്ങളും ഒഴിവായി തുടങ്ങി. ഭൗതിക ഗവേഷകന്റെ ഉശിരി കെട്ടു. ഇക്കാണുന്ന ഭൗതിക ലോകത്തിനപ്പുറം അതിവിശാലമായ ഒരു ആധ്യാത്മിക ലോകമുണ്ടെന്നും അവിടുത്തെ നിയമങ്ങളാണ് പ്രപഞ്ചത്തെ ഭരിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഉറപ്പായി. സ്വാമി പറയാറുള്ളത് പോലെ, ഞാൻ എന്തിനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഈശ്വരനുണ്ടെന്നും അവിടത്തേക്ക് എന്തും സാധിക്കുമെന്നും ഭൗതിക ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് എൻ്റെ ഈ ലീലകൾ എല്ലാം തന്നെ, അല്ലാതെ എനിക്കൊന്നും നേടാനല്ല. സമസ്തവും ഈ കൈത്തലത്തിലുണ്ട്. ശൂന്യമായ തൃക്കരം നിവർത്തി കാണിച്ചുകൊണ്ട് ഭഗവാൻ അരുളി. പ്രേമസ്വരൂപം. മർഫറ്റിന് 60 വയസ്സായി. ചടങ്ങുകളോടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. സ്വാമി ഐറിസിന് വെളുത്ത സാരിയും മർഫറ്റിന് പട്ടുവേഷ്ടിയും സമ്മാനിച്ചു. പിന്നീട് നടന്നത് ഒരു വിവാഹം തന്നെയായിരുന്നു. അതിനുശേഷം മർഫറ്റിനെയും ഭാര്യയെയും വിളിച്ചിരുത്തി. അവരുടെ വിവാഹാവർത്തനം അവിടെ അരങ്ങേറി. 2 പുരോഹിതന്മാർ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. സ്വാമി തൃക്കരം വീശി 2 മോതിരം സൃഷ്ടിച്ചു. 2 മോതിരത്തിലും രത്നങ്ങൾ പതിപ്പിച്ചിരുന്നു. ഭഗവാൻ മോതിരങ്ങൾ ഇരുവർക്കും നൽകി പരസ്പരം അണിയിക്കാൻ നിർദ്ദേശിച്ചു. പിന്നീട് 2 മാലകൾ കൊടുത്തു. അതും അവർ അന്യോന്യം അണിയിച്ചു. പ്രേമം തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ പ്രേമസ്വരൂപൻ എല്ലാറ്റിനും നേതൃത്വം നൽകി. പിറ്റേ ദിവസം സാധുക്കൾക്ക് അന്നദാനവും വസ്ത്രദാനവും നടത്തി. അതിലുള്ള ഏർപ്പാടുകൾ ചെയ്തതും സ്വാമി തന്നെ. മർഫറ്റിന് അതെല്ലാം വിതരണം ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഭക്തജനങ്ങൾ അദ്ദേഹത്തെ പ്രണമിച്ചു. താനല്ല, ഇതെല്ലാം സ്വാമിയുടെ വകയാണെന്ന് വിമ്മിട്ടത്തോടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ മർഫറ്റും ഭാര്യയും പറഞ്ഞുപോയി, ഞങ്ങളെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. എന്താണ് ഈ കറയറ്റ സ്നേഹത്തിന് പകരം കൊടുക്കുക? പ്രേമസ്വരൂപൻ പ്രേമത്തിലൂടെ ലോകം പ്രേമമയമാക്കുന്ന അദ്ഭുത ലീല. വശിത്വം. ഡോക്ടർ മോഡിയിലൂടെ ഭഗവാൻ ബാബയെ കുറച്ചുകൂടി അടുത്തറിയാൻ മർഫറ്റിന് കഴിഞ്ഞു. അതിനുള്ള വഴി ഭഗവാൻ ഒരുക്കി കൊടുത്തു. മർഫറ്റിന്റെ വാക്കിൽ
ഇന്ത്യയിലെ 60 ലക്ഷത്തിലേറെ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് ഡോക്ടർ മോഡി പ്രകാശത്തിന്റെ ആശാനാളമാണ്. ഏകദേശം 1 ലക്ഷത്തിലേറെ പേർക്ക് അദ്ദേഹം കാഴ്ച കൊടുത്തു കഴിഞ്ഞു. ഡോക്ടർ മോഡി മർഫറ്റിനോട് പറഞ്ഞു, ഞാൻ എങ്ങനെ ആശുപത്രിയിലോ വീട്ടിലോ സ്വസ്ഥമായി ഇരിക്കും? കാഴ്ചയില്ലാത്തവർ അനവധി. അവർക്ക് കാഴ്ച കിട്ടാൻ ശസ്ത്രക്രിയ ചെയ്യണം. അതിന് ഒന്നുകിൽ അവരുടെ കുടിൽ വിൽക്കണം, അല്ലെങ്കിൽ ഒരേ ഒരു വരുമാന മാർഗമായ പശുവിനെ വിൽക്കണം. അതിനാൽ രോഗികളെ തേടി അവരുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് ഈശ്വരന്റെ പിന്തുണയും ഉണ്ടായി. ചില ദിവസങ്ങളിൽ 700-ലേറെ തിമിര ശസ്ത്രക്രിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ഡോക്ടർ മോഡിക്ക് 50 വയസ്സ് കാണും. മിനുസമുള്ള കഷണ്ടി, തടിച്ച ശരീരം, തേജസ്സുള്ള വിടർന്ന മിഴികൾ, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ. പക്ഷേ പെരുമാറ്റത്തിൽ പാശ്ചാത്യ സ്വാധീനം. മർഫറ്റ് അതിന്റെ കാരണം തിരക്കി. വർഷക്കാലമായാൽ രോഗികളെ പരിചരിക്കുക അസൗകര്യമാണ്. അപ്പോൾ ഡോക്ടർ അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകും. ഏതാണ്ട് 3 മാസം അവിടെ തങ്ങി നേത്ര ശസ്ത്രക്രിയയുടെ പുതിയ അറിവുകൾ നേടുകയും പരിശീലിക്കുകയും ചെയ്യും. ഒരിക്കൽ ഭഗവാനും ഡോക്ടറും പങ്കെടുത്ത ചടങ്ങിൽ മർഫറ്റും ഉണ്ടായിരുന്നു. 5000-ലേറെ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ഡോക്ടർ മോഡി സംസാരിച്ചു. സാരം ഇതായിരുന്നു: ശാരീരികമായ അന്ധത ഇല്ലാതാക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും, പക്ഷേ ആധ്യാത്മികമായ അന്ധത ഇല്ലാതാക്കാൻ സായിബാബയെ പോലുള്ള അവതാര പുരുഷന്മാർക്കേ കഴിയൂ. പ്രസംഗം അവസാനിപ്പിച്ച് മോഡി ഇരിപ്പിടത്തിൽ ഇരിക്കാൻ തുടങ്ങി. ആ നിമിഷം ഭഗവത് തൃക്കരം ഒന്ന് കറങ്ങി തിരിഞ്ഞു. അവിടുത്തെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ഒരു തിളക്കം. രത്നം പതിച്ച മോതിരം. ഭഗവാൻ അത് ഡോക്ടറുടെ വിരലിൽ അണിയിച്ചു. കൃത്യമായിരുന്നു അതിന്റെ അളവ്. ഡോക്ടർ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. അതിനുശേഷം ഭഗവാന്റെ അമരവാണികൾ ഭക്തന്മാരുടെ കാതിന് അമൃതായി ഒഴുകി. പ്രഭാഷണം അവസാനിക്കാറായി. മുൻ നിശ്ചയപ്രകാരം മർഫറ്റ് വേദിയിൽ നിന്നിറങ്ങി ദൂരെ ഇട്ടിരുന്ന ഭഗവാന്റെ കാറിൽ കയറി. കാരണം ഭഗവാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഓടിക്കൂടുന്ന ജനത്തിരക്ക് വിവരണാതീതം. അതിൽ നിന്ന് രക്ഷ നേടാൻ ഇതേ വഴിയുള്ളൂ. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഭഗവാന്റെ പ്രസംഗം കഴിഞ്ഞു. ജനം ഭഗവാനെ പൊതിഞ്ഞു. ഭഗവാൻ കയറാൻ പോകുന്ന കാർ ജനങ്ങളാൽ വലയം ചെയ്യപ്പെട്ടു. മനുഷ്യസാഗരത്തിൽ കിടക്കുന്ന ഒരു ചെറു ദ്വീപ് പോലെയായി ആ വെളുത്ത കാർ. കാറിനകത്തിരുന്ന് മർഫറ്റ് ഭയന്നുപോയി. ഒരു കൂറ്റൻ വന്യമൃഗം പോലെ ആ ജനക്കൂട്ടം നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. സ്വാമി കാറിനടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പോലീസുകാർ വഴിയുണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ ദർശന സ്പർശനാദികളിൽ ജനം മെരുങ്ങുന്നു, ശാന്തരാകുന്നു. പലരും വികാരപരശതയാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നോക്കു കാണാൻ, ആ കൃപാദൃഷ്ടിയിൽ പെടാൻ ഓരോരുത്തരും കൊതിച്ചു. അന്ന് ഗോപസ്ത്രീകൾ കൃഷ്ണന് വേണ്ടി ദാഹിച്ചതുപോലെ. എങ്ങനെ ഈ ജനക്കൂട്ടം ആകർഷിക്കപ്പെടുന്നു? മർഫറ്റിന്റെ ബുദ്ധി തിരക്കി. ഹൃദയം മറുപടി നൽകി. പശിത്വം ഈശ്വരന്റെ ഭാവങ്ങളിൽ ഒന്നാണ്. പ്രപഞ്ചത്തിലെ സമസ്തവും അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. കാരണം ഇക്കാണായതെല്ലാം ആ വിഭുവിൽ നിന്നും ഉണ്ടായതാണല്ലോ. ജീവിതത്തിന്റെ അർത്ഥം തേടിയെത്തിയ മർഫറ്റ് ധന്യത നിറഞ്ഞ മനസ്സുമായി തിരിച്ചുപോയി. അവതാര പുരുഷൻ അദ്ദേഹത്തിന്റെ ഹൃദയം സമ്പന്നമാക്കി. മർഫറ്റിന്റെ വാക്കുകളിലൂടെ ഭഗവാൻ ബാബയെ നമുക്ക് ഇങ്ങനെ അറിയാനാകുന്നു. ഒരു കാര്യം ഓർക്കുന്നത് നന്ന്: ഭഗവാൻ ബാബയുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രത്യക്ഷങ്ങളല്ല. ആ ദിവ്യപുരുഷന്റെ മുമ്പിൽ നമ്മുടെ ആത്മീയ ദർശനം ഉണരുന്നു. ഏറ്റവും വിഭ്രാമാത്മകമായ അത്യത്ഭുതമാണ് നാം പിന്നെ കാണുന്നത്. ഭൗതികാഭിലാഷങ്ങൾക്ക് വിധേയരായ നാം അവയ്ക്ക് അതീതനായ നാഥനെ കാണുന്നു. സ്വാർത്ഥം മാത്രം പരിചയിച്ച നാം സമസ്ത ലോകത്തിന്റെയും നന്മയിൽ ശ്രദ്ധിക്കുന്നവനെ കാണുന്നു. ദുഃഖങ്ങളിൽ മുഴുകി കഴിയുന്ന നാം ശാശ്വതമായ ആനന്ദം കണ്ടെത്തുന്നു. സ്നേഹത്തെ കാമമായും സ്വാർത്ഥ ലാഭമായും കരുതുന്നവർക്ക് സാർവത്രികമായ ദിവ്യസ്നേഹത്തിന്റെ അമൃതപ്രവാഹം അറിയാനിടവരുന്നു. ഈ സ്നേഹം വ്യർത്ഥമല്ല. ഓരോ ഭക്തന്റെയും ആന്തര സത്തയാണ്, സ്വാർത്ഥരഹിതവുമാണ്. ആധ്യാത്മിക മാർഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ജീവിത തീർത്ഥയാത്രയുടെ പരമലക്ഷ്യം ഇതാണെന്ന് നാം അറിയുന്നു. പക്ഷേ പലപ്പോഴും ആ ലക്ഷ്യം വളരെ ദൂരെയാണെന്നാണ് തോന്നാറുള്ളത്. ചിലപ്പോൾ അത് പ്രാപ്യമാണോ, വല്ലവരും അത് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് വരെ അത്ഭുതപ്പെട്ടേക്കാം. അതൊക്കെ മനസ്സിന്റെ മധുര സ്വപ്നങ്ങളാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ഇതാ നമ്മുടെ മുമ്പിൽ ആത്മീയതയുടെ സമുന്നത ശൃംഗത്തിലേറിയ ദിവ്യപുരുഷൻ. പ്രാകൃതമായ മനുഷ്യപ്രകൃതിയെ പൂർണ്ണമായും സമുന്നതമാക്കാൻ കഴിയുമെന്ന് നാം കാണുന്നു. നിർമ്മല സ്നേഹപ്രകൃതി കൊണ്ട് ബാബ പലരെയും തന്നിലേക്ക് ആകർഷിക്കുകയും അവരെ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ ദിവ്യതയുടെ പരമലക്ഷ്യത്തിലേക്ക് താൻ നയിക്കുമെന്ന് സായിബാബ ഷിർഡി സായി രൂപത്തിലായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി ഇന്നും ബാബ ഉത്സാഹപൂർവ്വം നിർവഹിക്കുന്നു. ജ്ഞാനിയായ നരസിംഹസ്വാമിയും മറ്റും ദീർഘകാല അനുഭവം കൊണ്ട് പറയുന്നു, സായിബാബയുടെ സർവലൗകിക മതത്തെ ലോകത്തിന് ആശ്രയിക്കേണ്ടി വരും.
ഇന്ത്യയിൽ ഉടനീളം പടർന്നുകൊണ്ടിരിക്കുന്ന ആ തത്വം പരദേശങ്ങളിലും വേരൂന്നി വരുന്നു. ലോകം മുഴുവനും ബാബയെ അറിഞ്ഞു തുടങ്ങി. അവിടുന്ന് ഇന്ത്യ വിട്ട് എങ്ങും പോയില്ല, ഒരിടത്തൊഴികെ. അത് ആവശ്യവുമായിരുന്നു. 1968 സത്യസായി ബാബയുടെ ആദ്യത്തെ വിദേശയാത്ര. പൂർവാഫ്രിക്കയിലെ ഉഗണ്ടയിലേക്കാണ് ബാബ പോയത്. ആ സന്ദർശനം ഒരു സംഭവമായി മാറി. ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും താഴ്ന്നവരും ഉന്നതരും ബാബയുടെ ചുറ്റും കൂടി. മന്ത്രിമാരും പോലീസ് ഇൻസ്പെക്ടർ ജനറലും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തി. ആൾക്കൂട്ടം ബാബയ്ക്ക് ചുറ്റും നൃത്തം വെച്ചു. പോലീസ് ഗാർഡുകൾ മുട്ടുകുത്തി നമസ്കരിച്ചു. എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും ജനങ്ങൾക്കും സായിബാബയെ അറിയാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നതിൽ സംശയിക്കാനില്ല. മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്ത വിധം തന്റെ ജീവിതകാലത്തു തന്നെ ആഗോള വ്യാപകമായി ആശയപ്രചരണം നടത്തി കഴിഞ്ഞിരുന്നു. പൂർവാവതാരങ്ങളിൽ അവരുടെ ചരിതം കുറെ വൈകിയേ മറ്റുള്ളവർ അറിയാറുള്ളൂ. ഇപ്പോഴാകട്ടെ അത്ഭുതകൃത്യങ്ങളെപ്പറ്റി സംശയമുള്ള ഏതൊരാൾക്കും അതിന്റെ വാസ്തവം നേരിട്ടറിയാം. ഇതുവരെ ക്രിസ്തുവിന്റെയും കൃഷ്ണന്റെയും അത്ഭുതങ്ങൾ വിശ്വാസത്തിലൂടെ മാത്രമേ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സായിബാബയുടേതാകട്ടെ നേരിട്ടു കാണാം. മർഫറ്റ് ഭഗവാന്റെ ഒരു ഉത്തമ ഉപകരണമായിരുന്നു. തന്റെ അവതാര വിവരം സ്വാമി ലോകത്തെ അറിയിച്ചത് മർഫറ്റിലൂടെ ആയിരുന്നു. സായിബാബ ദ മാൻ ഓഫ് മിറക്കിൾ എന്ന ഗ്രന്ഥത്തിലൂടെ മർഫറ്റ് ലോകത്തെ അവതാരപുരുഷന്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ അതുവഴി ബാബയെ അറിഞ്ഞു, ധന്യരായി. ഓം തത്സത്.